ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. വീട്ടിലായതുകൊണ്ട് തന്നെ എണീക്കുന്ന കാര്യത്തിൽ കുറച്ച് നേരമൊക്കെ വൈകിട്ടാണ് എണീറ്റിരിക്കുന്നത്. ഞാനിങ്ങോട്ട് വരുന്നതിനൊരു 3 ദിവസം മുന്നേ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു വലിയ സപ്പോട്ട മരം ഉണ്ടായിരുന്നേ. അതങ്ങ് കട്ട് ചെയ്തേ, കാരണം മുകളിലേക്ക് നല്ലോണം ചില്ലിയും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ടും ഭയങ്കരമായിട്ട് നെഞ്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ചെറുപ്പം തൊട്ടേ ഒരുപാട് സപ്പോർട്ട ഞങ്ങൾ അതിൽ നിന്ന് കഴിക്കുക, ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം. അങ്ങനെ ലക്കീനെ ഞാൻ വന്ന് നോക്കി, ആൾക്ക് പുതപ്പൊക്കെ മൂടി കൊടുത്തു കേട്ടോ. ഇപ്പോൾ തണുപ്പ് കാലല്ലേ, ഭയങ്കര തണുപ്പാണ് ഇവിടെ കേട്ടോ. രാവിലെ ആകുമ്പോഴേക്കും എനിക്ക് ചെവിയും തൊണ്ടയൊക്കെ വന്നങ്ങ് അടയും. സപ്പോട്ട മരം മുറിച്ചപ്പോൾ മുകളിലത്തെ ചില്ലിൽ ഒരുപാട് സപ്പോട്ട ഉണ്ടായിരുന്നു. സാധാരണ അതൊന്നും കിട്ടാറില്ല, ഒന്നല്ലെങ്കിൽ പക്ഷികളൊക്കെ കഴിച്ചിട്ട് അത് താഴെ വീണ് പോവും. അങ്ങനെ കുറച്ചൊക്കെ കഴിക്കാൻ കിട്ടാറുള്ളൂ. മരം മുറിച്ചപ്പോൾ ഒരുപാട് സപ്പോട്ട കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറേ സ്ഥലത്തേക്ക് കൊടുത്തയക്കുകയും ചെയ്തു, അടുത്തുള്ള വീട്ടിലേക്ക് കൊടുക്കുകയും ചെയ്തു. തൊട്ടടുത്ത വീട്ടിലെ ഉണ്ണിമോൾ ഞാനവിടെ ഇരിക്കുന്ന കണ്ടിട്ട് വന്നതാണ്. അവളുടെ അമ്മ രാവിലെ തന്നെ പിടിച്ച് തല്ലിയത്രേ. അതിൻ്റെ പരാതി പറയാൻ വേണ്ടിയിട്ട് അവൾ അച്ഛനെയും കൂട്ടി വന്നതാണ്. രണ്ടുപേരും നടക്കാൻ വേണ്ടി ഇറങ്ങി. ഇതിനിടയ്ക്ക് ലക്കിമോ എണീറ്റിട്ട് ഉമ്മാർത്ത് പോയി ഇരിക്കുന്നുണ്ട്. എണീറ്റ വഴിക്ക് അമ്മാന്നോ കരച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല അവൾക്ക്. ഒരാൾ ശല്യപ്പെടുത്താതെ കിടക്കപ്പായിന്ന് എണീറ്റ് ഉമ്മാർത്ത് സീറ്റിൽ പോയിട്ട് എന്തോ നോക്കിയിരിക്കുകയായിരുന്നു ചെല്ലുമ്പോൾ. ഞാനും ലക്കും മാത്രമേ വീട്ടിലുള്ളൂ കേട്ടോ. അമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കണു. പിന്നെ ഏട്ടന് ഇന്ന് ലീവാണ്. അപ്പോൾ ഇക്രമോ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര മടിയാണ്. പിന്നെ പുറത്തേക്ക് പോണ കാര്യം ഓർത്ത് വെച്ചുകൊണ്ട് നേരത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ ഇച്ചിരി കൂർക്ക ഇരുന്നിരുന്നു. അത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടൊന്ന് വൃത്തിയാക്കി വെച്ചു, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ഇഷ്ടമില്ലാത്ത പല ഉപ്പേരികളും ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. കൂർക്കപ്പേരി, അതുപോലെ വഴുതനങ്ങ ഉപ്പേരി, വെണ്ടയ്ക്ക ഉപ്പേരി, ഇതൊന്നും കണ്ണിൽ ദൃഷ്ടിയിൽ കണ്ടുകൂടാത്ത സാധനങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, നല്ല കാവത്ത്, അതുപോലെ ചേമ്പ്, ഇതൊക്കെ പുഴുങ്ങിയത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ മധുരക്കിഴങ്ങ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അത് മറ്റേ മധുരം നല്ല കുറവായിരിക്കും, കളറുള്ള കിഴങ്ങ് നോക്കിയിട്ട് വാങ്ങണത്. അച്ഛൻ മാറിക്കൊണ്ടെന്നാണ് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, വേവിച്ച് വെച്ചാൽ കട്ടൻ ചായക്ക് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അത് വേഗം ഞാൻ വെട്ടി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പൊന്നാനിയിലേക്കൊന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ തോന്നിയുറുമ്പക്കാവുണ്ടൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ അയ്യപ്പ വിളക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം എന്ന് പ്ലാൻ ഇട്ടിട്ടും കൂടിയിട്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാര്യപ്പെട്ട എല്ലാ വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് ഈ അന്നദാനം കിട്ടുന്നതിന് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല, പായസമായാലും ചോറായാലും സാമ്പാറായാലും ഇപ്പോൾ 2-3 കറിയുള്ളൂ, അതിനെല്ലാം തന്നെ നല്ല രുചിയായിരിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കറങ്ങി. ചുറ്റിലും കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള കാരണം വേഗം തന്നെ ലക്കിനെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന്. ആൾ ചെറിയ രീതിക്ക് ഒരു മയക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എണീറ്റ് കോക്കും ബാറ്റൊക്കെ എടുത്തിട്ട് കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആളെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. അവൻ്റെ കോക്ക് പിടിക്കലും ബാറ്റും കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കളി കഴിഞ്ഞ് വന്ന് നല്ല വിശപ്പുണ്ടായിരിക്കും അവന്. അപ്പോൾ കുറച്ച് പാൽ ഇരിപ്പുണ്ടായിരുന്നു, ചോക്കോസും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതവന് ഭയങ്കര ഇഷ്ടമാണ്. തിളപ്പിച്ചിട്ട് ചോക്കോസ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇക്രുമോൻ വരും. അവൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അവനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പാലിച്ചിരി ചൂടേറിപ്പോയതിന് എന്നെ ഇരുന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്ക് എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങൾ ചെയ്താൽ പിന്നെ അതുമ്മ തന്നെയാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ പറഞ്ഞില്ലേ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഏത് നേരം അതിങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചോക്കോസ് ഇട്ട് കൊടുത്ത് ആൾക്ക് ഇനി ഒരു ഇളക്കലുണ്ട്. അത് കഴിഞ്ഞാൽ മൂപ്പരാൾക്ക് അതിങ്ങനെ ഇളക്കിയിട്ട് അതിങ്ങനെ കുതിർന്ന് വരണം. പാലിൽ നല്ല കുതിർന്നാൽ മാത്രമേ ആൾ കഴിക്കത്തുള്ളൂ. അതിപ്പോൾ ഞാൻ ഇളക്കി തരാടാ, അല്ലെങ്കിൽ ഞാൻ വായ വെച്ച് തരാടാ, അതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഈ ചോക്കോസ് എന്ന് പറഞ്ഞ സാധനം, അതുപോലെ മാഗി ആയാലും രണ്ടും അവൻ ഒറ്റയ്ക്ക് തന്നെ തിന്നണം. പിന്നെ ഇന്ന് രാത്രിക്കത്തെ ഫുഡിന് കുറച്ച് സ്പെഷ്യലാണ്. അച്ഛൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ റൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചു.
ആ കൊണ്ടുവന്ന ചിക്കന് 2 കാലുണ്ടായില്ലേ, അത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വറുത്ത് വെച്ചു. ഒന്ന് ലക്കിക്കും ഒന്ന് ഇക്രൂനും. ലക്കിക്ക് ചിക്കൻ പീസ് നമ്മൾ കറിയിലായാലും ഇപ്പോൾ വറുത്തിട്ടായാലും അവന് കഴിക്കുന്ന ഇഷ്ടമല്ല. ഈ ചിക്കൻ കാല് മാത്രം വറുത്തത് മൂപ്പര് നല്ല രീതിക്ക് കഴിക്കും. ദാണ്ട ആൾ കടിച്ചു മുറിച്ച് കഴിക്കുന്ന കണ്ട. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.